Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്ന് ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡും പതിച്ചു. പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ ജനനായകൻ KS തുടരണം എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. CPIM മല്ലിയോട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച CV മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. കരിവെള്ളൂർ ചേടിക്കുന്നിൽ ദേശീയപാതയോരത്ത് ദേശീയപാതയ്ക്കായി ജലമൂറ്റൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിയുന്നു. പ്രദേശത്ത് ഭൂഗർഭജലം വറ്റിത്തുടങ്ങി. കുടിവെള്ളം മുട്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ദേശീയപാത അധികൃതർ അടിയന്തരമായി പിന്മാറുന്നില്ലെങ്കിൽ സമരപരിപാടി ആരംഭിക്കുവാൻ തീരുമാനിച്ച് നാട്ടുകാർ. മാടായിപ്പാറ സംരക്ഷിക്കാൻ പഞ്ചദിന സത്യഗ്രഹവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി. സത്യഗ്രഹ സമരം മാടായിപ്പാറയിൽ കണ്ണൂർ രൂപത വികാരി ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ തുടരുന്നു. KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്ന് ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡും പതിച്ചു. പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ ജനനായകൻ KS തുടരണം എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ നഗരത്തിൽ പലയിടങ്ങളിലായാണ് പോസ്റ്ററുകൾ പതിച്ചത്. ഇതിൽ KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരട്ടെ എന്നാണ് ആവശ്യം. KPCC അധ്യക്ഷനെ മാറ്റാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പയ്യന്നൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. KS നമ്മുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. KS KPCC പ്രസിഡന്റ് ആയതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFും കോൺഗ്രസും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് KS നമ്മുടെ വികാരമാണ്, നമ്മുടെ നേതാവാണ്. KSന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. നേരത്തെ സേവ് കോൺഗ്രസിന്റെ പേരിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സുധാകരന് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് വടക്കൻ ജില്ലകളിലും സമാന രീതിയിൽ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM മല്ലിയോട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച CV മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. CPIM മല്ലിയോട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച CV മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ പാവപ്പെട്ടവന് നൽകിയത്. ഭയങ്കരമായിട്ടുള്ള ആത്മഹത്യമാണ്. അങ്ങനെ ഒരു കേരളത്തെ നമ്മൾ ഉണ്ടാക്കിയത്. പാവപ്പെട്ടവന് സ്ഥാനമുള്ളത് കേരളത്തിൽ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും പാവങ്ങൾക്ക് അവരുടെ ക്ഷേമം നിരന്തരമായിട്ട് വർദ്ധിപ്പിക്കുന്നൊരു കേരളം. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ടായി. നമ്മുടെ നാട്ടില് ഇപ്പം മുതിർന്ന സഹാക്കളോട് ഇരിക്കുന്നവര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പേരക്കുട്ടികൾ അവർ കോളേജിൽ പഠിക്കുന്നു, പഠിച്ചിറങ്ങി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചെയ്ത ജോലി ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് പോട്ടെ. നമ്മൾ വലിയൊരു പുതിയ കേരളത്തെ സൃഷ്ടിച്ച് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക്
നമ്മുടെ തൊഴിൽ പോരാ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പോരാ, മെച്ചപ്പെട്ടത് വേണം. അതില്ലെങ്കിൽ ജോലി ചെയ്യത്തില്ല. കേരളത്തിൽ 35 ലക്ഷം പേരാ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന. ജോലി ഇല്ലല്ലോ. പക്ഷെ പഠിച്ചിട്ടുള്ള നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. തൊഴിലില്ലായ്മ ദേശീയ നിലവാരത്തിന്റെ 3 മടങ്ങാണ്. ഈ ജോലി ചെയ്യില്ല. അവർക്ക് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് ചില പ്രതീക്ഷയുണ്ട്. അങ്ങനെയുള്ള ജോലി വേണം. ആ ജോലികൾ ഉണ്ടാവുന്ന കേരളം ഉണ്ടാക്കാനാണ് നമ്മുടെ പാർട്ടി ഇന്ന് ശ്രമിക്കുന്നത്. അതിനെയാണ് നവകേരളം എന്ന് പറയുന്നത്. 9 വർഷത്തെ ഇടതുഭരണം കൊണ്ട് നമ്മൾ പുതിയൊരു കേരളത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അന്യസംസ്ഥാനത്ത് നിന്നും നിരവധി പേർ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഉന്നത നിലവാരത്തിലുള്ള തൊഴിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും കൂടുതലായി ഒരുക്കുന്നതിനായുള്ള പരിശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിൽ നിന്ന് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ലഭിക്കുന്നില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ചടങ്ങിൽ എം.വി. ചിന്ന MLA അധ്യക്ഷത വഹിച്ചു. കുതിരുമല അനുരാജ് മെമ്മോറിയൽ ഹാൾ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ നിർവഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം ഏരിയ കമ്മിറ്റി അംഗം KV വാസു നിർവഹിച്ചു. VT അമ്പു, V ശങ്കരൻ, M കുഞ്ഞിരാമൻ, K ലിജേഷ്, K ശ്യാമള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കരിവെള്ളൂർ ചേടിക്കുന്നിൽ ദേശീയപാതയോരത്ത് ദേശീയപാതയ്ക്കായി ജലമൂറ്റൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിയുന്നു. പ്രദേശത്ത് ഭൂഗർഭജലം വറ്റിത്തുടങ്ങി. കരിവെള്ളൂർ ചേടിക്കുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനായി 2 വർഷത്തോളം ജലമൂറ്റൽ നടത്തിയതോടെ പാലത്തര കിഴക്ക് കിണറുകളിലെ വെള്ളം വറ്റിത്തുടങ്ങി. ദേശീയപാത നിർമ്മാണം ആരംഭിക്കുന്ന സമയത്താണ് പാലത്തരയിൽ വലിയ കുഴൽക്കിണർ നിർമ്മിച്ചത്. സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശത്ത് വലിയ കുഴൽക്കിണർ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ അപ്പോൾ തന്നെ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ വികസനത്തിന്റെ ഭാഗമായതുകൊണ്ട് 2-3 മാസങ്ങൾക്ക് ശേഷം മാറ്റി സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിൽ എതിർപ്പ് കടുപ്പിച്ചില്ല. പക്ഷേ 24 മാസം കഴിഞ്ഞിട്ടും കുഴൽക്കിണർ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ദേശീയപാതയുടെ ദൂരപ്രദേശത്തുള്ള നിർമ്മാണ സ്ഥലത്തേക്ക് പോലും ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ദിവസത്തിൽ 24 മണിക്കൂറും 10,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കർ ലോറിയിൽ തുടർച്ചയായി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഒരു ദിവസം 1,60,000 ലിറ്റർ വെള്ളമാണ് കൊണ്ടുപോകുന്നത്. കൂടാതെ രാത്രികാലങ്ങളിൽ മോട്ടോർ പ്രവർത്തിപ്പിച്ച് വാഹന ഡ്രൈവർമാർ കിടന്നുറങ്ങുന്നതുകൊണ്ട് ടാങ്കർ നിറഞ്ഞു കവിഞ്ഞ് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നുമുണ്ട്. വികസന വിരോധികൾ എന്ന് മുദ്ര കുത്താതിരിക്കാനാണ് ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി അതിന് കഴിയില്ല. കിണറുകളിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. ഒരേ സ്ഥലത്ത് നിന്ന് 2 വർഷത്തോളം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റിക്കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പ്രദേശവാസിയായ K വേണുഗോപാലൻ പറയുന്നു. വികസനത്തിന്റെ ഭാഗമായിട്ട് 2 വർഷത്തോളമായി നമ്മുടെ പാൽത്തര എന്ന പ്രദേശത്ത് വെള്ളം ഇങ്ങനെ അവർ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വികസനമായിരുന്നു പിന്നെ അമ്മായിലൊന്നും ഇടപെടാനൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ വെള്ളമെല്ലാം നമ്മളെ കിണറിലെല്ലാം വറ്റിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ദിവസം 1 ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് ഇവരിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ദൂരപ്രദേശങ്ങളിലേക്കാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ കിണറിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളം കുറഞ്ഞിട്ട് ഇനിയിപ്പം പെട്ടെന്ന് കുടിക്കാൻ വരെ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും ഇത് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു കാര്യമായുള്ള നടപടി ഈ കഴിഞ്ഞ പ്രാവശ്യം പത്രത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തതാണ്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. ഇവർ പിന്നെയും വെള്ളം ഇങ്ങനെ അടിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴൽക്കിണർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ മാസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആരും ഗൗനിക്കുന്നില്ല. കുടിവെള്ളം മുട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ദേശീയപാത അധികൃതർ അടിയന്തരമായി പിന്മാറുന്നില്ലെങ്കിൽ സമരപരിപാടി ആരംഭിക്കുവാനാണ് നാട്ടുകാർ ആലോചിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മാടായിപ്പാറ സംരക്ഷിക്കാൻ പഞ്ചദിന സത്യാഗ്രഹവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി. സത്യാഗ്രഹ സമരം മാടായിപ്പാറയിൽ കണ്ണൂർ രൂപത വികാരി ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ കേന്ദ്രവും ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയുമായ മാടായിപ്പാറ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപകവുമാണ്. ഒരു കാലത്ത് സൈബീരിയയിൽ നിന്നുൾപ്പെടെ ദേശാടന കിളികൾ ഇവിടെ വിരുന്നെത്തിയിരുന്നു. അപൂർവയിനം പൂമ്പാറ്റകളുടെയും സസ്യജന്തു വൈവിധ്യങ്ങളുടെയും കേന്ദ്രമാണിവിടം. കൃഷ്ണകേസരി, കാക്കപ്പൂവ്, കൃഷ്ണപ്പൂവ്, പാറനീലി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പൂക്കളും സസ്യങ്ങളും യഥേഷ്ടം കണ്ടുവരുന്ന പ്രദേശവും കൂടിയാണിത്. എന്നാൽ ഇന്ന് ഇവയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാറയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടി,
പാർട്ടിയും മറ്റ് സൽക്കാരങ്ങളും ഇവിടെ യഥേഷ്ടം നടക്കുന്നു. അതുകൊണ്ട് തന്നെ പാറയെ സംരക്ഷിക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നാവശ്യപ്പെട്ടാണ് പാറ സംരക്ഷണ പ്രവർത്തകരായ PP കൃഷ്ണൻ മാസ്റ്ററും KP ചന്ദ്രാംഗതനും നേതൃത്വം നൽകുന്ന പഞ്ചദിന സത്യാഗ്രഹം മാടായിപ്പാറയിൽ ആരംഭിച്ചത്. പാറ സംരക്ഷണത്തിന് വർഷങ്ങളായി പിന്തുണ നൽകി വരുന്ന കണ്ണൂർ രൂപതാവികാരി ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. അത് നമുക്കും വരും തലമുറയ്ക്കുമെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. മാടായിപ്പാറ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, അത് വെറും ഒരു പാറയല്ല. 365 ഹെക്ടർ വരുന്ന ഈ ഒരു പാറ അത് വെറും ഒരു പാറയല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഇവിടുത്തെ മണ്ണിന്റെ ഘടനയെ ശരിക്കും നിർണായകമായിട്ട് സ്വാധീനിക്കാം. മാടായിപ്പാറ കയ്യേറാൻ ആരെയും അനുവദിക്കില്ലെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. ഇന്ന് നാം നേരിടുന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ ആവാസ വ്യവസ്ഥയെ ഹനിക്കുന്ന, നമ്മുടെ പൗരാണികമായ പല ബന്ധങ്ങളുള്ളതാണല്ലോ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ. ആ പൗരാണികതയെ പോലും ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ഇതിന്റെ എല്ലാ സംസ്കൃതിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ പ്രവർത്തനം ഈ മാടായിപ്പാറയിൽ കുറെ കാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ളത് നാം ഗൗരവപരമായി കാണേണ്ടത് തന്നെയാണ്. സംരക്ഷണ സമിതി ചെയർമാൻ PP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി KP ചന്ദ്രാംഗതൻ മുഖ്യപ്രഭാഷണം നടത്തി മാടായിപ്പാറ സംരക്ഷണ നയരേഖ അവതരിപ്പിച്ചു. ഡോക്ടർ ബിൻസി മറിയ, VP മുഹമ്മദ് അലി, P വിജയൻ, N നാരായണ പിടാരർ, മഹമ്മൂദ് മാട്ടൂൽ, രവീന്ദ്രൻ കല്ലംവള്ളി, U രാഘവൻ, VV ചന്ദ്രൻ, കക്കോപ്രവൻ പുരുഷോത്തമൻ, AV സനൽ, സുധീർ വെങ്ങര എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തിനു വേണ്ടി അതിർത്തിയിൽ പോരാടുന്ന വീരജവാന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാകുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ. NH അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിലാണ് NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കേരള വിഷന് പിന്നിൽ NH അൻവറിന്റെ ദീർഘവീക്ഷണമാണെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. യശശരീരനായ NH അൻവറിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാനും ആദരവ് അർപ്പിക്കുന്നു. ഒരു വിജയിച്ച മാതൃക എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കിട്ടുക പ്രയാസമാണ്. ശാസ്ത്ര രംഗത്ത് നടക്കുന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ കാൾ പോപ്പർ എന്ന് പറയുന്ന വിശ്രുതനായ ഒരു തത്വചിന്തകൻ പറഞ്ഞൊരു വാക്യം, "There is no logic for scientific discovery" എന്നാണ്. ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങൾക്ക് യുക്തിയില്ല. അതെങ്ങനെയൊക്കെയോ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, കെൽട്രോൺ മുൻ CGM KV അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സമഗ്ര സംഭാവന പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. K വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗൗരിദാസൻ നായർ, VPS ലോക്ഷോർ MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, KCCL ചെയർമാൻ K ഗോവിന്ദൻ, COA ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. തെരുവ് നായയുടെ കടിയേറ്റ ശാന്തയ്ക്ക് 7 വർഷമായിട്ടും നഷ്ടപരിഹാരം കിട്ടിയില്ല. കരിവെള്ളൂർ വടക്കേ മണക്കാട്ടെ 72 വയസ്സുള്ള ശാന്തയാണ് നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നത്. തെരുവ് നായകളുടെ കടിയേറ്റവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന നഷ്ടപരിഹാരത്തിനായി 72-ാം വയസ്സിലും കാത്തിരിപ്പ് തുടരുകയാണ് കരിവെള്ളൂർ വടക്കേ മണക്കാട്ടെ ശാന്ത. 2018 സെപ്റ്റംബർ 24-ന് രാവിലെ വീട്ടിൽ നിന്ന് കരിവെള്ളൂർ ടൗണിലേക്ക് പോകുമ്പോഴാണ് ശാന്തയെ തെരുവുനായ കടിച്ചത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കായി 1 ലക്ഷത്തോളം രൂപ ചിലവായി. മുറിവുണങ്ങാത്തതിനാൽ മാസങ്ങളോളം ജോലിക്ക് പോകാനായില്ല.
വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് മരണപ്പെട്ട ശാന്തയുടെ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. നിത്യജീവിതത്തിന് പ്രയാസം നേരിട്ടപ്പോഴാണ് ആശുപത്രി ബില്ലുകളും മറ്റും അടക്കം ചെയ്ത് കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി നഷ്ടപരിഹാരത്തിനായി ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിക്ക് അപേക്ഷ നൽകിയത്. നഷ്ടപരിഹാര തുക അതാത് പഞ്ചായത്തുകൾ നൽകാനാണ് കമ്മിറ്റി ഉത്തരവിടുന്നത്. ഇതിനായി ഓരോ ജില്ലയിലും തെളിവെടുപ്പ് നടത്തും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാന്തയെ തെളിവെടുപ്പിന് വിളിക്കുകയോ അപേക്ഷയിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. നിരവധി കത്തുകൾ അയച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. 2024 മെയ് മുതൽ സമിതിയുടെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയുമാണ്. കരിവെള്ളൂർ ആശുപത്രി കരിവെള്ളൂർ സാധനം മണിക്കാൻ പോകുമ്പം വൈക്കിന്ന് തിരുനായി കടിച്ചു. എന്നിട്ട് അപ്പുറത്തുനിന്ന് കാല് കഴുകി എന്നിട്ട് കരിവെള്ളൂർ ആശുപത്രി പോയി അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്തു. അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ മേലെ ചൊറിയുന്നതായിട്ട് കാഞ്ഞങ്ങാട് പോയി. കാഞ്ഞങ്ങാട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആദ്യം ചൊറിച്ചൽ വന്നു. എന്നിട്ട് കോഴിക്കോട് പോയി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സന്നദ്ധ സേവന രംഗത്ത് സമാനതകളില്ലാത്ത മാതൃക തീർക്കുകയാണ് കുറ്റൂർ ഓട്ടോ സ്റ്റാൻഡിലെ KV ഷിബു. ഏത് അത്യാവശ്യ ഘട്ടത്തിലും താൻ രക്തദാനത്തിന് സന്നദ്ധനാണെന്ന് അറിയിക്കാൻ ജീവിതോപാധിയായ ഓട്ടോറിക്ഷയിൽ B നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ തന്റെ ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. രക്തദാനം മഹാദാനമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് രക്തദാനം ചെയ്യുവാനും അതുപോലെ അവയവദാനം ചെയ്യാനും ഒക്കെ തയ്യാറായിട്ട് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. വളരെ സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. ഇങ്ങനെ മുന്നോട്ട് വരുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ വില എത്രത്തോളമാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടുന്ന ഒരു കടമ കൂടി നമുക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കുറ്റൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ KV ഷിബു എന്ന അദ്ദേഹത്തെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. നമസ്കാരം ഷിബു. ഇപ്പോൾ എത്ര വർഷമായി ഈ നമ്മുടെ ഒരു ജീവിതോപാധിയായ ഓട്ടോന് പുറകിൽ തന്നെ ബ്ലഡ് ആവശ്യമുള്ളവർക്ക് വിളിക്കാം, B നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്നൊക്കെ എഴുതി വെച്ച് തുടങ്ങിയിട്ട്? ഇപ്പം അടുത്ത ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. ഒരു 10-17 തവണ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുന്നേ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിരുന്നു അല്ലേ? ഞാൻ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ അത് കാണുമ്പോൾ വിളിക്കും. പിന്നെ ഇത് അപൂർവം നമ്മളെ അങ്ങനെ ഇല്ല ഒരു ബ്ലഡ് അല്ലേ, B നെഗറ്റീവ്, അതുകൊണ്ട് അങ്ങനെ അതെ. O പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ B നെഗറ്റീവ് ഒക്കെ ആവുമ്പോഴത്തേക്കും ആളുകൾ കിട്ടാൻ ഒരുപാട് ആളുകൾ വിളിക്കലുണ്ട്. ഞാൻ പോലും ഉണ്ട്. അങ്ങനെ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ വിളിക്കുമല്ലോ എന്നല്ലേ, അങ്ങനെ ആളുകൾ വിളിക്കാറുണ്ട്. പച്ചക്കറി എടുക്കുന്ന സൂരജില്ലേ, അവനും ഞാനാ കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ വണ്ടിയുടെ വേക്കിൽ എഴുതി. അപ്പോൾ ഒരുപാട് ആൾ വിളിക്കും. പിന്നെ ആ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെയും വിളിച്ചോ, നമ്മൾ പിന്നെ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ വീട്ടുകാർക്കും നല്ല സന്തോഷമാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഞങ്ങൾ കൂടി സന്നദ്ധരാണ് ബ്ലഡ് നൽകാൻ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സമൂഹത്തിന് നൽകുന്ന വലിയൊരു മെസ്സേജിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഷിബുവിനെ പോലെയുള്ളവർക്ക് കഴിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ആളുകൾക്ക് വലിയ പ്രോത്സാഹനം തന്നെയാണ് നൽകേണ്ടതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം KN വർഷ. മാടായി മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജൈവ വൈവിധ്യ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ബയോഫീലിയ എന്ന പേരിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം ഏവരുടെയും മനം കവരുകയാണ്. ജൈവവൈവിധ്യങ്ങളുടെ നേർക്കാഴ്ചയാണ് മാടായിപ്പാറയിൽ നടക്കുന്ന ബയോഫീലിയ ചിത്ര പ്രദർശനം. നാട്ടുവഴികളിൽ പരിമിതമായ അപൂർവ ഇനം പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും പൂക്കളുടെയുമെല്ലാം മനോഹരമായ ചിത്രങ്ങൾ ഇവിടെയുണ്ട്. പോട്ടക്കുരുവി, നാട്ടോന്ത്, നീലരാജൻ തുമ്പി, ചെങ്കണ്ണിത്തിത്തിരി, നീലക്കോഴി, ബുൾബുൾ, ഉടുമ്പ്, യൂറോപ്യൻ പനങ്കാക്ക, ചീവീട്, മയിൽപ്പീലി ചിലന്തി, കൂറക്കണ്ണൻ കാട്ടുപുള്ള, പുള്ളിത്തവിടൻ പൂമ്പാറ്റ, കാക്കപ്പൂവ്, കണ്ണാന്തളി, കൃഷ്ണപ്പൂവ്, കൃഷ്ണകേസരം എന്നിവയെല്ലാം ഏറെ മനോഹരമാണ്. മേളയിൽ എത്തുന്നവരുടെ മനം കവരുകയാണ് ഈ മനോഹര ചിത്രങ്ങൾ. ഒപ്പം നമ്മുടെ ചുറ്റുമുള്ള സസ്യ ജന്തുവൈവിധ്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അറിവ് നൽകുകയും ചെയ്യുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ കുണിയനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന M. കുമാരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K. നാരായണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂരിലെ കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന കുണിയനിലെ M. കുമാരൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു.
കുണിയൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തത് ആ സ്കൂളിൻ്റെ അന്നത്തെ ഒരു സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പ്രിൻസിപ്പാൾ എന്ന നിലയിൽ ആകാവുന്നിടത്തോടുള്ള പ്രവർത്തനം മാസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ കുണിയൻ്റെ സാംസ്കാരിക രംഗത്തിലൊക്കെ നിറഞ്ഞു നിന്ന പ്രവർത്തനമാണ് മാസ് നടത്തിയത്. 1998 മഹാനായ EMS നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞ ഉടനെ കേരളത്തിൽ ആദ്യമായിട്ട് EMSന്റെ നേതൃത്വത്തിലുള്ള പഠന കേന്ദ്രം ഉണ്ടായത് കരിവെള്ളൂരിലാണ്. വാർഡ് മെമ്പർ ഇ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. വി ഉണ്ണിക്കണ്ണൻ, ദാമോദരൻ KV കുഞ്ഞിരാമൻ മാസ്റ്റർ, M രാജേഷ്, ശ്രീനാഥ് EI, രവീന്ദ്രൻ കല്ലത്ത്, P കുഞ്ഞികൃഷ്ണൻ, PP കുഞ്ഞിക്കണ്ണൻ, K വിദ്യ, K പ്രസാദ്, A വേണുഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളം കൈരളി വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. പെരളം കൈരളി വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ലൈബ്രറികളെയും വായനയെയും സജീവമാക്കി നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യം. നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഗ്രന്ഥശാലകളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ നമ്മൾ കാര്യം ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യൂത്ത് വളരെ കുറവാണ്. എല്ലാം ഒരു യൂത്തിന്റെ പ്രായം 40. ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം വേണ്ടി പറയാം 50s are new 40s, 40s are new 30s. പക്ഷെ അങ്ങനെയല്ല. ഗ്രന്ഥശാലകൾ ചലിപ്പിക്കുന്നതിലും ഗ്രന്ഥശാലകൾ പ്രവർത്തിപ്പിക്കുന്നതിലും സജീവമായി മുന്നിൽ നിൽക്കുന്ന ഗ്രന്ഥശാല പ്രവർത്തകന്മാരെ ഏറ്റെടുക്കുമ്പോൾ ഇന്ന് ചെറുപ്പത്തിലെ ആളുകൾ വളരെ കുറവാണ്, യങ്സ്റ്റേഴ്സ് വളരെ കുറവാണ്. ചടങ്ങിൽ TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, C ബാലകൃഷ്ണൻ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, T സുരേഷ്, P പ്രശോഭ്, K പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പായത്താംപൊയിലിൽ ഒരു ക്ലബിന്റെ പ്രവർത്തകർ 1/4 നൂറ്റാണ്ട് മുൻപ് നടത്തിയ പാരിസ്ഥിതിക ഇടപെടലിന്റെ ഫലം ഇന്ന് റോഡരികിൽ കാണാം. 200 മീറ്ററോളം ദൂരത്തിൽ പൂക്കളും തണലും വിരിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ. കുറ്റൂർ റോഡിൽ 200 മീറ്ററോളം ദൂരത്തിൽ തണൽ വിരിച്ചും പൂവിട്ടും നിരനിരയായി നിൽക്കുന്ന ഈ മരങ്ങൾ ഇതുവഴി കടന്നുപോകുന്ന ആരുടെയും ശ്രദ്ധയിൽ പതിയുമെന്നുറപ്പാണ്. മെയ്ഫ്ലവർ എന്നറിയപ്പെടുന്ന ഗുൽമോഹറുകളും മഹാഗണി മരങ്ങളും ഇങ്ങനെ നട്ടുവളർത്തിയത് ഏകദേശം 1/4 നൂറ്റാണ്ട് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ 1997 പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വനവൽക്കരണത്തിന്റെ ഭാഗമായി കിട്ടിയ തൈകൾ നട്ട് പരിചരണം നൽകി വളർത്തിയെടുത്തത് ക്ലബ്ബ് സെക്രട്ടറിയും KSRTC ജീവനക്കാരനുമായിരുന്ന KM ശ്രീധരൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു.
പുലരി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് പായത്തമ്പയിൽ പിന്നെ നട്ടുവളർത്തി സംരക്ഷിച്ച ഗുൽമോർ മരങ്ങളാണ്. അത് 90കൾ മുതലുള്ള ക്ലബ്ബാണ്. 97 നമ്മളിത് തണൽ മരം നട്ടുപിടിപ്പിച്ചത്. ഇത് ഈ പ്രദേശത്തിന് തണലായിട്ടും മറ്റു മനോഹാരിതയായിട്ടും ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. അത് ഈ വഴി വരുന്ന ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. അത് നാളിതുവരെ ഞങ്ങൾ സംരക്ഷിച്ചു വരുന്നു. അല്ല, മരങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് തന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന് വളങ്ങൾ, പുണ്ണാക്ക്, വേനലിൽ വെള്ളം നനച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ സംരക്ഷിച്ച് ഈ നിലയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് സീനറി ഫോട്ടോ എടുത്തിട്ടെല്ലാം പോലുണ്ട്, നമ്മളെ കാണുന്ന. മരം നടുന്നതിന്റെ പ്രാധാന്യം അറിയിക്കുവാനായുള്ള ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. ഒരു മരം നടാൻ ഏറ്റവും ഉത്തമമായ രണ്ടാമത്തെ സമയമാണ് ഇതെന്നും ഒന്നാമത്തെ സമയം 20 വർഷം മുൻപേ കഴിഞ്ഞുപോയി എന്നുമായിരുന്നു അത്. അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് എരമംകുറ്റൂർ പഞ്ചായത്തിലെ പായത്താംപൊയിൽ പുലരി സ്പോർട്സ് ക്ലബ് പ്രവർത്തകരുടെ ഈ പ്രവൃത്തി. പായത്താംപൊയിലെ ഈ റോഡരികിൽ സ്കൂൾ കുട്ടികളെയൊക്കെ അസംബ്ലിയിൽ ഒരുക്കി നിർത്തിയതുപോലെ വരിയും നിരയും തെറ്റിക്കാതെ ഒട്ടേറെ മരങ്ങൾ, ഏകദേശം ഒരു 200 മീറ്റർ ദൂരത്തേക്ക് മരങ്ങൾ നിൽക്കുന്ന ഭംഗിയുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കും. പുതിയ കാലം റീൽസിന്റെയും ഇൻസ്റ്റയിലെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാലമായതുകൊണ്ട് തന്നെ കുട്ടികളിലൂടെ വരികയും ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കുന്ന കാഴ്ചയും ഇവിടെ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇതിന് പിറകിൽ, ഈ മരങ്ങൾക്കൊക്കെ പിറകിൽ ആരാണ് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് തൊട്ടടുത്തുള്ള പുലരി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് 90കളിൽ നട്ടു വളർത്തിയ മരങ്ങളാണ്. ഈ സന്നദ്ധ സംഘടനകൾക്കൊക്കെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന മരത്തൈകൾ കൊണ്ട് തീർത്തതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സാധാരണ മരങ്ങൾ നട്ടു പോകുന്നതല്ലാതെ ഇതിനെങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന് വേണ്ടുന്ന വളവും വെള്ളവും ഒക്കെ നൽകിയാണ് ഇങ്ങനെ തണൽ മരങ്ങളായി അവർ വളർത്തിയെടുത്തത്, ഇത്രയും കാലം പരിപാലിച്ച് നിർത്തിയതും. ഇനി പുതിയ കാലത്ത് റോഡ് വികസനമൊക്കെ വരുമ്പോൾ ഈ മരങ്ങൾ മുറിച്ച് കളയേണ്ടി വരും. കാരണം ഇതിന്റെ വേരുകളൊക്കെ വന്ന് റോഡ് പൊട്ടിപ്പോകുന്ന ഒക്കെ അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത്തവണ കൂടി മരങ്ങൾ മുറിച്ച് കളയണ്ടേ എന്നോർത്ത് ഈ റോഡിന് വീതി കൂട്ടിയിട്ടില്ല. അടുത്ത കാലത്ത് അങ്ങനെ വരികയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ മരങ്ങൾ നട്ടു വളർത്തണമെന്ന് തന്നെയാണ് ക്ലബ്ബ് ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നതും. പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി അതൊരു കരുതലാകട്ടെ എന്ന് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുമാമ്പിക്കൊപ്പം KN വർഷ. 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചിത്രകാരൻ സജീന്ദ്രൻ കാറടുക്ക കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര LP സ്കൂളിലും അതേ ചിത്രം വരച്ചത് കൗതുകവും അറിവ് പകരുന്നതുമായി. 1ാം ക്ലാസ് മുറിയിൽ തന്നെയാണ് ചിത്രം വരച്ചിരിക്കുന്നത്. സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചും പുതിയ പദ്ധതികൾ നടപ്പിലാക്കിയും സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര LP സ്കൂളും സമഗ്രമായ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ക്ലാസ് മുറികളിൽ ചിത്രീകരണം നടത്തിയും ശിശു സൗഹൃദ ഇരിപ്പിടങ്ങളും പഠന കോർണറുകളും ഹൈടെക് സംവിധാനങ്ങളും വിദ്യാലയത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വിദ്യാലയ ക്യാമ്പസ് തന്നെ പാഠപുസ്തകമാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസ് മുറികളാകെ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. 1ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പുതിയ പാഠപുസ്തകത്തിലെ ചിത്രകാരൻ സജീന്ദ്രൻ കാറടുക്ക തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് കഥ പറയും ചുവരുകൾ ചിത്രീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഞാൻ സജീന്ദ്രൻ കാറടുക്ക. ഞാൻ ഈ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ ഒരു അധ്യായം ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രം തന്നെ കുണിയ സ്കൂളിന് വേണ്ടിയിട്ട് പിന്നെ അവരുടെ ക്ലാസ് മുറി വളരെ നന്നാക്കാൻ വേണ്ടിയും ക്ലാസ് അന്തരീക്ഷം കുട്ടികൾക്ക് വളരെ മനോഹരമാക്കാൻ വേണ്ടിയും എനിക്കൊരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. 1ാം ക്ലാസ്സിലെ മുറിയിൽ ചിത്രകാരൻ പുസ്തകത്തിൽ വരച്ച അതേ ചിത്രം വരച്ചിരിക്കുന്നത് കൗതുകവും അറിവ് പകരുന്നതുമാണ്. പ്രധാന അധ്യാപകൻ ശ്രീനാഥ് EI, PTA പ്രസിഡന്റ് K വിദ്യ, മാനേജ് കമ്മിറ്റി പ്രവർത്തകരായ M രാജേഷ്, ഉണ്ണിക്കണ്ണൻ V, KV ദാമോദരൻ, P പവിത്രൻ, കല്ലത്ത് രവീന്ദ്രൻ, A വേണുഗോപാലൻ മാസ്റ്റർ, V രാഘവൻ, KP സജിൽ, പ്രസാദ് K എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഈ വർഷം മുതൽ കുണിയൻ സ്കൂൾ സമഗ്രമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. അടിമുടിയായിട്ട് മാറാൻ പോവുകയാണ്. അതായത് പ്രീ പ്രൈമറി മുതൽ 5ാം ക്ലാസ് വരെ അക്കാദമികമായും ഭൗതികമായും എല്ലാ രീതിയിലുമുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ വർഷം മുതൽ സ്കൂളിൽ വരാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ദേശീയ കായികവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്ചാന്തുരുത്തിയിൽ അന്തർജില്ലാ ജൂനിയർ കബഡി ഫെസ്റ്റ് നടത്തി. കത്തിന്റെമാട് വിഷ്ണുമൂർത്തി ക്ഷേത്ര മൈതാനത്ത് നടന്ന കബഡി ടൂർണമെന്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
പ്രൈസ് മണിക്കായി സംഘടിപ്പിച്ച 17 വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ ജൂനിയർ കബഡി ഫെസ്റ്റിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 18 ടീമുകൾ പങ്കെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഒരമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ മകൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് രാത്രി വന്നാൽ പിന്നെ അമ്മയായിട്ടല്ല അവൻ എന്നെ കാണുന്നത്, ഒന്നുകിൽ ഭാര്യയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവന്റെ കാമുകിയായിട്ടാണ് കാണുന്നത്. അമ്മയെ തിരിച്ചറിഞ്ഞൂടാത്ത സഹോദരിയെ, മകളെ തിരിച്ചറിഞ്ഞൂടാത്ത ഒരു വ്യവസ്ഥ. സകല കുറ്റകൃത്യങ്ങളും ആരംഭിക്കുന്നത് ലഹരിയിൽ നിന്നാണ്. ഈ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ പരിശോധിച്ചു, ബലാത്സംഗം പരിശോധിച്ചു, സ്ത്രീപീഡനം പരിശോധിച്ചു, ഗുണ്ടായിസം പരിശോധിച്ചു. സകലത്തിന്റെ ഉറവിടം ലഹരിയാണ് നമുക്ക് കാണാൻ കഴിയും. ദേശീയ കായികവേദി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിനോദ് അച്ചാന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. ദേശീയ കായികവേദി സംസ്ഥാന സെക്രട്ടറിയും വോളിബോളിന്റെ അന്താരാഷ്ട്ര റഫറിയുമായ TV അരുണാചലം മുഖ്യാതിഥിയായി. ജേഴ്സി പ്രകാശനം ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ KV ശശിധരൻ നിർവഹിച്ചു. ദേശീയ കായികവേദി ജില്ലാ സെക്രട്ടറി K വിജയകൃഷ്ണൻ, K ബാലകൃഷ്ണൻ, NK കൃഷ്ണൻ, TP ഭരതൻ, V ഗോപിനാഥൻ, M ധനേഷ് കുമാർ, AV ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ കായിക മേഖലകളിൽ നേട്ടമുണ്ടാക്കിയ P ഗോപാലകൃഷ്ണൻ, O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം TV ശ്രീജിത്ത് സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VR ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് സമ്മേളനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VR ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പുറത്തു വന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ അവരെ എന്താ പുച്ഛിക്കലാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വകയാണ് പെൻഷൻ ലഭിക്കുക, എന്താണ് മാനദണ്ഡം? നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. സഹകരണ മേഖലയിലെ ജീവനക്കാരെന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. ശമ്പളം ഉണ്ടായിരുന്നില്ല, DA ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഭരണസമിതി തീരുമാനിക്കുന്ന തുച്ഛമായ സംഖ്യ. VC നാരായണൻ അധ്യക്ഷത വഹിച്ചു. K ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. K ഗോവിന്ദൻ, MN രവീന്ദ്രൻ, ഹരീന്ദ്രൻ, പേടേന കുഞ്ഞിരാമൻ, KP മോഹനൻ, NP രാജൻ, PV സുരേന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ശ്രീ രാഘവപുരം സഭായോഗം ഏർപ്പെടുത്തിയ മാർഗദീപം പുരസ്കാരം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമം മാനേജിംഗ് ഡയറക്ടറും പൊതുപ്രവർത്തകനുമായ വെതിരമന വിഷ്ണു നമ്പൂതിരിക്ക്. ശ്രീ രാഘവപുരം സംഗീത സഭയുടെ സാരസ്വതാമൃതം ത്രിദിന സംഗീത പഠന ശിബിരം സമാപന പരിപാടിയോടനുബന്ധിച്ച് പുരസ്കാരം സമ്മാനിച്ചു. ചെറുതാഴം ശ്രീ രാഘവപുരം സഭായോഗം ഏർപ്പെടുത്തിയ മാർഗദീപം പുരസ്കാരം പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമം മാനേജിംഗ് ഡയറക്ടറും പൊതുപ്രവർത്തകനുമായ വെതിരമന വിഷ്ണു നമ്പൂതിരിക്ക് സമ്മാനിച്ചു. പരിസ്ഥിതി ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും സംരംഭകൻ എന്ന നിലയിലും അരനൂറ്റാണ്ടിലേറെക്കാലമായി ചെയ്തുവരുന്ന പ്രവർത്തനങ്ങളെ മാനിച്ചാണ് പുരസ്കാരം നൽകിയത്. കേശവതീരത്ത് ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ സംഗീത വിഭാഗം സംഘടിപ്പിച്ച സാരസ്വതാമൃതം സംഗീത ക്യാമ്പിന്റെ സമാപന സമ്മേളന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി, താമരക്കുളം ദിവാകരൻ നമ്പൂതിരി, OK നാരായണൻ നമ്പൂതിരി, ഡോക്ടർ വൃന്ദാവർമ്മ, KP ബീനരാജൻ, അജു V നായർ, രാമകൃഷ്ണൻ കണ്ണോം, അഞ്ചിത, കുടൽവള്ളി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വെതിരമന വിഷ്ണു നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സംഗീത പഠന ശിബിരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഭൂമിയുള്ള ഭവനരഹിതരുടെ കരാർ പൂർത്തീകരണ പ്രഖ്യാപനം നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരുടെ കരാർ പൂർത്തീകരണ പ്രഖ്യാപനവും PBR രണ്ടാം ഭാഗം പയമ ഇംഗ്ലീഷ് പതിപ്പ് പ്രകാശനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. വളരെ ചുരുക്കം നമ്മുടെ സംസ്ഥാന പദ്ധതി വിഹിതത്തിന്റെ വളരെ ചുരുക്കം ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് വളരെ ചുരുക്കം വേണ്ടി കൊടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പിന്നീടാണ്
സർക്കാർ തീരുമാനിച്ചത്, VS-ന്റെ കാലഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചു EMS ഭവന പദ്ധതി നടപ്പിലാക്കണം. അന്ന് ത്രിതല പഞ്ചായത്തുകളെല്ലാം EMS ഭവന പദ്ധതി നടപ്പിലാക്കി. നല്ലൊരു തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് അടച്ചു കൊടുത്ത് ധാരാളം അർഹതപ്പെട്ടവർക്ക് EMS ഭവന പദ്ധതിയിലൂടെ വീട് കൊടുത്തു. ലൈഫ് ഭവന പദ്ധതി വന്നപ്പോൾ ഗവൺമെന്റ് അങ്ങനെ ആലോചിക്കാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, ഒരു കുടുംബത്തിന് കയറി താമസിക്കാൻ ഒരിടം കൊടുക്കുക എന്നാണ്. അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. കാരണം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് കേരളത്തിൽ നിർവഹിച്ചു പോകുന്നത്. കയറിക്കിടക്കാൻ ഒരിടം ഉണ്ടാകും. ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ പയമ ഇംഗ്ലീഷ് പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. K. പത്മിനി, KV സുരേഷ് ബാബു, TM സതീശൻ മാസ്റ്റർ, ഡോക്ടർ P. ഭാസ്കരൻ നായർ, ഡോക്ടർ രവി രാമന്തളി, സുഹദ A, KP കണ്ണൻ, KM മുരളീധരൻ, ബിറ്റാജ് തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുതിയതായി ആരംഭിച്ച വ്യാപാരി സാന്ത്വന പദ്ധതിയുടെ പയ്യന്നൂർ യൂണിറ്റ് തല ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം പെരുമ്പ ടീ ഹൗസിൽ നടന്നു. മലയാള തമിഴ് സിനിമകളിലെ യുവനടി അഭിരാമി ഭാർഗവൻ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുതിയതായി ആരംഭിച്ച വ്യാപാരി സാന്ത്വന പദ്ധതിയുടെ പയ്യന്നൂർ യൂണിറ്റ് തല ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം പെരുമ്പ ടീ ഹൗസിൽ നടന്നു. മലയാള തമിഴ് സിനിമാ നടി അഭിരാമി ഭാർഗവൻ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പൊതുവെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി വരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. വ്യാപാര മേഖലയിലും ഇങ്ങനെ ഒരു പദ്ധതി ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി വരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ ഒരു സാന്ത്വന പദ്ധതിയുടെ ഈ ഒരു നിമിഷം തന്നെ. നമ്മുടെ വ്യാപാര മേഖലയിൽ മുമ്പൊക്കെയാണെങ്കിൽ വ്യാപാരം കുടുംബം എന്നൊക്കെ ഒതുങ്ങുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ന് എല്ലാവരും സാമൂഹ്യ ബോധം വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് കൂടി വരുന്നത്. കേരള മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സോഫിയ വിജയകുമാർ ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി. C. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P. വിജയൻ, യൂണിറ്റ് സെക്രട്ടറി VP സുരേഷ്, K. സവിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും വാട്സപ്പ് കൂട്ടായ്മയായ കൂട്ടുകുടുംബത്തിന്റെ ആദ്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നടനും സംവിധായകനുമായ MT അന്നൂരിനും സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ മാസ്റ്റർക്കുമാണ് പുരസ്കാരങ്ങൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സാംസ്കാരിക പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ക്ഷേമത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയായ കൂട്ടുകുടുംബത്തിന്റെ പ്രഥമ പുരസ്കാരത്തിന് സിനിമാ നാടക പ്രവർത്തകൻ MT അന്നൂരിനെയും TP ശ്രീനിവാസനെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. നാടകാചാര്യനായ PK ധർമാനന്ദൻ മാസ്റ്ററുടെ പേരിലുള്ള നാട്യധർമ്മി അവാർഡാണ് MT അന്നൂരിന് നൽകുക. സംഗീതജ്ഞൻ CK പണിക്കർ ഭാഗവതരുടെ പേരിൽ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നൽകുന്ന ഗായകശ്രേഷ്ഠ അവാർഡ് സംഗീതജ്ഞൻ TP ശ്രീനിവാസനും നൽകും. 10,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. TP ഭാസ്കര പൊതുവാൾ ചെയർമാനും M. രാഘവൻ, KVN മണികണ്ഠൻ തുടങ്ങിയവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് അവാർഡ് നിർണയം നടത്തിയത്. മാധ്യമസമ്മേളനത്തിൽ M. രാഘവൻ, KV ബാബു, വിജയകുമാർ കരിവെള്ളൂർ, PP പവിത്രൻ, ഭാനുമതി പയ്യന്നൂർ, KVN മണികണ്ഠൻ, PV മോഹനൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക അത്ലറ്റിക് ദിനാചരണ ഭാഗമായി ഗെയിമുകളിൽ ഗുരുതര പരിക്കേൽക്കാതിരിക്കാനുള്ള മുൻകരുതലും പരിക്കേറ്റാൽ ശാസ്ത്രീയ പരിഹാരവും ബോധ്യപ്പെടുത്തുന്നതിനുള്ള സെമിനാർ സംഘടിപ്പിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച്. പഠന കേപ്പ് സ്പോർട്സ് സെന്ററിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. പല കളികളെയും ഗൗരവപൂർവ്വം സമീപിക്കുകയും ശാസ്ത്രീയ പരിശീലനവും കൂടുതൽ ശ്രദ്ധയും അതിനായി നൽകേണ്ടതുണ്ടെന്നും അവബോധം നൽകുന്നതിനായി സെമിനാർ ഫുട്ബോൾ, ക്രിക്കറ്റ്, സൈക്ലിസ്റ്റ്, ബോക്സിംഗ്, കബഡി, സ്കേറ്റിംഗ് തുടങ്ങിയ ഗെയിമുകളിലെ കായിക താരങ്ങളെയും പരിശീലകരെയും പങ്കെടുപ്പിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക അത്ലറ്റിക് ദിനാചരണ ഭാഗമായാണ് ക്ലാസുകൾ നടന്നത്.
പട്ന കേപ്പ് സ്പോർട്സ് സെന്ററിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലാം ഉദ്ഘാടനം ചെയ്തു. നല്ല പുഞ്ചിരിയുള്ള ആളുകൾ, അവർക്ക് എത്ര വേണമെങ്കിലും ആരെയും ആകർഷിക്കാൻ പറ്റും. ശരീരത്തിലെ ചില അവയവങ്ങൾ അങ്ങനെയാണ്. മുഖത്തുള്ള അവയവത്തിൽ പ്രധാനമാണ് പല്ലും കണ്ണും. ഇത് രണ്ടും നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ഉയർന്ന ചിന്താഗതിയെയും അവരുടെ സൽസ്വഭാവത്തെയും പെരുമാറ്റത്തെയും എല്ലാം സൂചിപ്പിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഏറ്റവും കൂടുതൽ അവയവങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന അവയവങ്ങളിൽ നല്ല ശുചിത്വം പാലിക്കേണ്ട ഒന്നും പല്ല് തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കാൻ പല്ല് തേക്കുക, വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരത്തെ പല്ല് തേക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികളുടെ ശീലമാണ്. ലോകമെമ്പാടുമുള്ള ഒരു ശീലം തന്നെയാണ്. കോസ്റ്റൽ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ N രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായി. കൺവീനർ ഡോക്ടർ AK സുകേഷ്, ഡോക്ടർ TC ജീന, ഡോക്ടർ വിവേക് R നായർ, K വീരമണി, KV ഗോപാലൻ, PP അശോകൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നിസാബ് എന്നിവർ വിഷയാവതരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യുണീക് കൊക്കാനിശ്ശേരിയുടെ 40ാം വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം മെയ് 11 നടക്കും. സമാപന സമ്മേളനം പ്രശസ്ത വാദ്യകലാകാരനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രശസ്ത വാദ്യകലാകാരൻ പയ്യന്നൂർ സുധിയുടെ ശിക്ഷണത്തിൽ ഫോക്ലാൻഡ് സഹകരണത്തോടെ 40ഓളം വാദ്യകലാകാരന്മാരുടെ ചെണ്ടമേളം അരങ്ങേറ്റം നടക്കും. സമാപന സമ്മേളനം പ്രശസ്ത വാദ്യകലാകാരനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ MLA മുഖ്യാതിഥിയാകും. P രമേശൻ, ചന്ദ്രൻ KP, മോഹനൻ CT, KV പത്മനാഭൻ, T വിശ്വനാഥൻ, KV സത്യൻ, TK ദിനേശൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവം കളഭോത്സവം സമാപിച്ചു. സമാപന ദിവസം രാവിലെയോടെ ചെറുകാനത്ത് ഭഗവതിയുടെ പുറപ്പാട് നടന്നു. തുടർന്ന് വൈരജാതനീശ്വരന്റെ പുറപ്പാടുണ്ടായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റായി K സുധാകരൻ തുടരണമെന്ന് ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡും പതിച്ചു. പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ ജനനായകൻ KS തുടരണം എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. CPIM മല്ലിയോട് സൗത്ത് ബ്രാഞ്ച് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച CV മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. കരിവെള്ളൂർ ചേടിക്കുന്നിൽ ദേശീയപാതയോരത്ത് ദേശീയപാതയ്ക്കായി ജലമൂറ്റൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിയുന്നു. പ്രദേശത്ത് ഭൂഗർഭജലം വറ്റിത്തുടങ്ങി. കുടിവെള്ളം മുട്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ദേശീയപാത അധികൃതർ അടിയന്തരമായി പിന്മാറുന്നില്ലെങ്കിൽ സമരപരിപാടി ആരംഭിക്കുവാൻ തീരുമാനിച്ച് നാട്ടുകാർ. മാടായിപ്പാറ സംരക്ഷിക്കാൻ പഞ്ചദിന സത്യഗ്രഹവുമായി മാടായിപ്പാറ സംരക്ഷണ സമിതി. സത്യഗ്രഹ സമരം മാടായിപ്പാറയിൽ കണ്ണൂർ രൂപതാ വികാരി ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.